ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട്. ഓക്കെ, ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കേരള സർക്കാർ സർവീസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം. കേരള PSC തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഫാർമസിസ്റ്റ് റിക്രൂട്ട്മെന്റിനാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ആകെ 4 ഒഴിവുകളാണുള്ളത്. ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റ് ആണിത്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി എന്നത് ജൂൺ 4 ഓക്കെ, ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഫാർമസിസ്റ്റ് റിക്രൂട്ട്മെന്റ്. ആകെ ഒഴിവുകൾ 4 തൃശ്ശൂർ 1 കോഴിക്കോട് 3 എന്നിങ്ങനെയാണ് ഒഴിവുകൾ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ശമ്പള സ്കെയിൽ എന്നത് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം ശമ്പളമായി 31,100 രൂപ മുതൽ 66,800 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ്. പുറമെ സർക്കാർ സർവീസിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് +2 സയൻസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത വേണം. അതേപോലെ തന്നെ ഫാർമസിയിൽ ഡിപ്ലോമ നേടിയിരിക്കണം. കേരള സംസ്ഥാന ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ഓൺലൈൻ വഴി അപേക്ഷ നൽകണം. ഇതിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് കാറ്റഗറി നമ്പറൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഒരു ജോബ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്